Good morning, my dear students. We have gone through the Victor's channel, chapter Social Science, chapter first, Europe in transition. But you must be listen carefully and attend carefully. All must take your textbook and keep it with you and go through it, and I go through it. Okay? മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവർ അവരവരുടെ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കുവാനായിട്ട് നോക്കുക. ഓക്കെ, ഫസ്റ്റ്, ഡിഡ് യു സീ എ പിക്ചർ ഹിയർ? സി ദിസ് ഇസ് എ പിക്ചർ. മലയാളം മീഡിയത്തിലെ പുസ്തകത്തിലുണ്ട് ഇത് പിക്ചർ. വാട്ട് ഈസ് ദിസ്? എന്താണ് അല്ലെ? വാട്ട് ഇസ് പിക്ചർ ഈസ് ദിസ്? ദിസ് എ പിക്ചർ ഓഫ് ഹാഗ്യ സോഫിയ. ഹാഗ്യ സോഫിയ എന്ന് പറയുന്ന ഒരു പിക്ചറാണ്. ഹാഗ്യ സോഫിയ എന്ന പേരുള്ള ഒരു പിക്ചറാണിത്. എന്താണിത് എന്നാണ് നമ്മൾ, വാട്ട് ഈസ് ദിസ്? ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. ലോകത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്മാരകമാണ് ഹാഗ്യ സോഫിയ. ഹാഗ്യ സോഫിയ അല്ലേ? ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്മാരകമാണ് ഹാഗ്യ സോഫിയ. This is Hagia Sophia, one of the important monuments in the history of the world. So, what is the importance of this? It is one of the important monuments, one of the important monuments in the history of the world. ലോകത്തിലെ ഏറ്റവും അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ് ഹാഗ്യ സോഫിയ. മനസ്സിലായോ? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ്? ഇറ്റ് ഈസ് ദി ആർക്കിടെക്ചർ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ദിസ്? സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഇസ് it is the architectural splendors of Constantinople. കോൺസ്റ്റാന്റിനോപ്പിളിലെ വസ്തുവിദ്യയുടെ ഏറ്റവും ഉത്തമ മാതൃകയാണ് ഹാഗ്യ സോഫിയ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹാഗ്യ സോഫിയ? ഇറ്റ് ഈസ് ദി ആർക്കിടെക്ചറൽ സ്പ്ലെൻഡേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിലെ വസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് എന്ത്? ഹാഗ്യ സോഫിയ. എവിടെയാണ് ഇനി ഇത് നിർമ്മിക്കപ്പെടുക? അല്ല, എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? സോ ഇറ്റ് ഈസ് situated in Turkey. നമ്മൾ തുർക്കി എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. ഇറ്റ് ഈസ് situated in Turkey. When did this Hagia Sophia built? എപ്പോഴാണ് ഈ ഹാഗ്യ സോഫിയ നിർമ്മിക്കപ്പെട്ടത്? ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ
16th century AD. 16th century AD. It is built. It is built in. See, Hagia Sophia, ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകമാണ്. ഇത് കോൺസ്റ്റാന്റിനോപ്പിളിലെ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ടർക്കി എന്ന സ്ഥലത്താണ്. അതെന്താണ് നിർമ്മിച്ചത്? 16-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. ഇനി അത്രയും മനസ്സിലായ ഹാഗിയ സോഫിയ. Now we speak about the Constantinople. Now we speak about the Constantinople. Constantinople. What was his name? Present name of Constantinople is Istanbul. Present name. Istanbul. കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇപ്പോഴത്തെ പേരാണ് ഇസ്താംബുൾ. ഇസ്താംബുൾ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര്. സോ there are some speciality in this Constantinople. ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് കുറേ പ്രത്യേകതകളുണ്ട് അല്ലേ? എന്താണ്? ഫസ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകൾ. എന്താണ്? It is the capital of Eastern Roman Empire. It is the capital of Eastern Roman Empire. കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. It is the capital of Eastern Roman Empire. It is the capital of Eastern Roman. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഒരു പ്രത്യേകത തന്നെയാണ്. രണ്ടാമത്, ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് ദി നോളജ്. ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് ദി നോളജ്. അതായത് വിജ്ഞാനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇറ്റ് ഈസ് ദി സെന്റർ ഓഫ് നോളജ്. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം. മൂന്നാമത്തെ, what is the other specialty?
Third one is, it is the abode of scholars. പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു. ഇറ്റ് ഈസ് എ അബോഡ് ഓഫ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. പണ്ഡിതന്മാരുടെ കേന്ദ്രം. പണ്ഡിതന്മാരുടെ കേന്ദ്രം. These are abode of scholars. പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. Next, it is the gate from Asia to Europe. It is a gate. ഒരു ഗേറ്റ്, കവാടമായിരുന്നു. എന്തിന്റെ കവാടം? ഗേറ്റ് ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. അതർവൈസ് യൂറോപ്പ് ടു ഏഷ്യ, ഏഷ്യ ടു യൂറോപ്പ്. അതായത് ഏഷ്യൻ രാജ്യത്തിൽ നിന്ന് യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടമായിരുന്നു. ഏഷ്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യത്തിലേക്കുള്ള പ്രധാന കവാടം. See, these are some of the specialities of Constantinople. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ തലസ്ഥാനമായിരുന്നു. രണ്ടാമത്, സെന്റർ ഓഫ് നോളേജ് ആയിരുന്നു. മൂന്നാമത്, അബോർഡ് ഓഫ് സ്കോളേഴ്സ് ആയിരുന്നു. പിന്നെ നാലാമത്, ഗേറ്റ് ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ദെൻ treasured powers of scholarly text. Treasure powers of scholarly text. അതായത് അമൂല്യ കേന്ദ്രങ്ങളുടെ കേന്ദ്രം, ഗ്രന്ഥങ്ങളുടെ കേന്ദ്രം. I think, did you understand this much? This much is clear for you, both Malayalam medium and English medium. Now, next one. This Constantinople was conquered by Turks. Constantinople was conquered by Turks. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിള് കീഴടക്കി. എന്നാണ് ഇത് കീഴടക്കിയത്? ഇൻ 1453. 1453. 1453. 1453
തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിള് കീഴടക്കി. അതോടുകൂടി ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ അധപ്പതനം തുടങ്ങി. അതായത് ഈസ്റ്റേൺ റോമൻ എംപയർ തീർന്നു. സോ then what happened? When the Turkish conquered Constantinople in 1453, people from Constantinople migrated to Italy. എവിടേക്കാണ് അവർ പലായനം ചെയ്തത്? ഇറ്റലിയിലേക്ക്. Why? എന്തുകൊണ്ട്? Why? There are certain reasons. ഇറ്റലിയിലേക്ക് പോകുവാനായിട്ട് കുറേ കാരണങ്ങൾ ഉണ്ട്. ഒന്നാമത്തത്, it is a country which upheld much heritage of Greco-Roman tradition. റോമൻ ഗ്രീക്ക് പാരമ്പര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേരുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. സോ എന്തുകൊണ്ടാണ് അവർ ഇറ്റലിയിലേക്ക് പോയത്? ഒന്നാമത്, ഇറ്റലി എന്ന് പറയുന്ന രാജ്യം പുരാതന ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം ആയിരുന്നു. രണ്ടാമത്തെ കാരണം, ദി ട്രേഡേഴ്സ് വെർ പേട്രൺസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. അവിടെ ഉണ്ടായിരുന്ന വാണിജ്യക്കാർ, അല്ലെ, വ്യവസായികൾ എന്ത് ചെയ്തിരുന്നു? ദേ ആർ ദി പേട്രൺസ്, രക്ഷാധികാരികളായിരുന്നു. ഇതിൻ്റെ ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും കൾച്ചറിൻ്റെയും. വ്യാപാരികൾ കല, സാഹിത്യം, സംസ്കാരം എന്നിവയുടെ രക്ഷാധികാരികളായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ വ്യാപാരികൾ എന്ന് പറയുന്നവർ കലയും സാഹിത്യത്തെയും അതുപോലെ സംസ്കാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. The traders were the patrons of arts, literature and culture. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ വ്യാപാരികൾ ആർട്ടിൻ്റെയും സംസ്കാരത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും രക്ഷാധികാരികളായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറ്റലി. അതുകൊണ്ടുകൂടെ കൂടിയാണ് ആളുകൾ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ടർക്കികൾ 1453 കീഴടക്കി കഴിഞ്ഞപ്പോൾ
ഈ ഇറ്റലിയിലേക്ക് പോയത്. മൂന്നാമത് തേബൺ. They are very much keen to preserve the historical and cultural heritage. Very keen. They are very keen to preserve art, historical and cultural heritage. Preserve the historical heritage. അവർ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. എന്തിനാ? സംരക്ഷിക്കുവാനായിട്ട്, ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യത്തെ സംരക്ഷിക്കുവാനായിട്ട് വളരെ സൂക്ഷ്മതയുള്ളവരായിരുന്നു, അല്ലെങ്കിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Next, see, Renaissance. Renaissance. നവോത്ഥാനം. Renaissance means rebirth of science and culture. You can say rebirth of science and culture. സംസ്കാരത്തിൻ്റെയും സയൻസിൻ്റെയും ഒരു പുനർജന്മം, അതിനാണ് റീബർത്ത് എന്ന് പറയുന്നത്. ദി ബിഗിനിങ് ഓഫ് ദി 13th century, ഗ്രീക്ക്, ലാറ്റിൻ ആർ കൺസിഡർഡ് ക്ലാസിക്കൽ ലാംഗ്വേജ്. ദി ബിഗിനിങ് ഓഫ് 13th century, 13ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഗ്രീക്കും അതുപോലെ തന്നെ ലാറ്റിനുമാണ് അതിശ്രേഷ്ഠമായിട്ടുള്ള ഭാഷ എന്ന് കരുതപ്പെട്ടിരുന്നത്. സോ ലാറ്റിൻ ആൻഡ് ഗ്രീക്സ് വെർ കൺസിഡേർഡ് ആസ് ദി classical languages. So every writings, every articles of art, every art forms are in Latin and Greek. So this cannot be understood by the common people. ഈ ക്ലാസിക്കൽ ലാംഗ്വേജ്, അതായത് ശ്രേഷ്ഠമായ ലാംഗ്വേജ് ഭാഷ എന്ന് പറയുന്ന ലാറ്റിനും ഗ്രീക്കും സാധാരണ മനുഷ്യന് മനസ്സിലാകുമായിരുന്നോ? ഇല്ലായിരുന്നു. സാധാരണ മനുഷ്യന് മനസ്സിലാകുമായിരുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ അതായിരുന്നുവെങ്കിൽ ഏകദേശം 14ാം നൂറ്റാണ്ട് ആയപ്പോൾ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച്, ഈ ഭാഷകൾ അവിടെ ആ ഭാഷകളിൽ കൃതികൾ രചിക്കുവാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? 13ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എന്ത് സംഭവിച്ചു? ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയെന്ന് കരുതിയിരുന്നത് ലാറ്റിനും ഗ്രീക്കും ആയിരുന്നുവെങ്കിൽ 13ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയോടുകൂടി ഇംഗ്ലീഷും സ്പാനിഷും ഫ്രഞ്ചിലും കൃതികളൊക്കെ വരുവാൻ തുടങ്ങി. സോ അതുവരെ till this time, till the English, Spanish, French language comes,
everything in the art and the forms is related to, everything is related to the religious ideology. ഞാനൊരു പടം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഒരു റിലീജിയസ്, അത് മതപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാനൊരു കൃതി എഴുതിയാൽ ആ കൃതിയിലെയും സവിശേഷത എന്ന് പറഞ്ഞാൽ അതിലെഴുതിയ വ്യത്യസ്തത്തെ എല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്നാൽ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് ഭാഷകളോടുകൂടി വന്നപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ റിലീജിയസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറിയിട്ട് മാനുഷികമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി. എല്ലാത്തിൻ്റെയും സെൻട്രൽ പോയിന്റ് ഹ്യൂമനായി തീർന്നു. ഓക്കെ, എൻഡ് ഓഫ് ദി 13th century a shift occurred from religious ideology to human centered. End of 13th century. What happened? A shift occurred. A shift occurred from religious ideology to human religious ideology to human centered. Human centered. നോക്കിയേ, 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ ഒരു മാറ്റം സംഭവിക്കുകയാണ്. എന്താണ്? ഈ റിലീജിയസ് ഐഡിയോളജി, മതപരമായിട്ടുള്ള ആശയങ്ങളിൽ മാറിയിട്ട് മനുഷ്യ സെൻട്രൽ, അതായത് മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രീതിയിൽ ആർട്ട്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ എല്ലാം വരികയാണ്. മനസ്സിലായോ? ഈ മാറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് ഹ്യൂമാനിസം, മാനവികത എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട്, മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് ഹ്യൂമനിസം എന്ന് നമ്മൾ പറയുക. Now, what is humanism? What is humanism? What is humanism? Division of giving importance to the various aspects of human life and values, to literature, art, are known as humanism.
മാനവികത എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു വേരിയസ് ആസ്പെക്ട് ഓഫ് മനുഷ്യ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള രീതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മൂല്യം കൊടുത്തുകൊണ്ട് സാഹിത്യവും അതുപോലെ തന്നെ കലകളും ഉണ്ടായി. അതിനെയാണ് ഹ്യൂമനിസം എന്ന് പറയുക. സോ ലെറ്റ് മീ ഗിവ് സം അസൈൻമെൻറ്റ്സ് ഫോർ യു. First one, what is the importance of Hagia Sophia? The importance of Hagia Sophia. What is the features of Constantinople? Third one, why people migrated to Italy. Then what is humanism? What is humanism? Then 5, when did Turks conquered Constantinople? When did Turks conquer Constantinople? Then one more. Which is the capital of Eastern Roman Empire? So these are some of the assignments for you. You have to write it down and send it to me as early as possible. Thank you very much. Let us see you on next class. Okay, thank you.